ജിംഗിൾ ബെൽസ്. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെയോ മലയാളി. എന്തോന്ന് മാത്രം വണ്ടികളുടെ പറഞ്ഞത്. അതെ, ഒരു രക്ഷയില്ല. ഇതിവിടെ ചവറെടുക്കുന്ന വണ്ടിയാ? അതെ, ഇതാണ് വേസ്റ്റിന്റെ വണ്ടികൾ. അതൊക്കെ മുനിസിപ്പാലിറ്റി അവർക്ക് അത് പ്രൈവറ്റ് ആക്കി കൊടുത്താക്കുക, അതുകൊണ്ട് വൃത്തിയുണ്ട്. നമ്മളവിടെ അങ്ങനെയൊക്കെ ചെയ്യണം. ആ, നല്ല രസമായിരിക്കും, നല്ല ക്ലീൻ ആയിരിക്കും. കേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചേച്ചി പറഞ്ഞു ഗുയിസ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഗുയിസ് എന്ന് വിളിക്കാം. ഗുയിസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതാ ഫുള്ളി റെക്കോർഡിങ്. ഇത് ദുബായ്, ഷാർജ അല്ല, ദുബായ് ആണിത്. പിന്നെ മിക്കവർക്കും നമ്മളെ മറ്റേ ബിൽഡിങ്ങിൻ്റെ പേരെന്തായിരുന്നു? ബുർജ് ഖലീഫ കണ്ടപ്പോഴേ മനസ്സിലായി കാണും ദുബായ് ആണെന്ന്. യെസ് ഗൈസ്, ഇറ്റ്സ് ദുബായ്. കണ്ട മനോഹരമായ ദൃശ്യവിരുന്നടേ ഇത്. വണ്ടിയില്ലല്ലോ, ചാടാനോ? ചാടിക്കൂടാ. വരുമല്ലോ ചാടണോ? ചുമ്മാ ഇനി ഇവിടെ വണ്ടി. ഓ, ചാടാം. ആ, ഓക്കെ, കമോൺ. ഗ്രീൻ ആയില്ലല്ലോ. ഞാൻ ചാടാന്ന് പറയുമ്പോ ഒരു നിയമം, നിങ്ങൾ ചാടുമ്പോ മറ്റൊരു നിയമം. ഞാനങ്ങ് റോഡിലോട്ട് വന്ന് പിന്നാണ് ഞാൻ ശ്രദ്ധിച്ചായില്ലെന്ന്. പിന്നെ നമുക്കൊരു ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു തരുന്നില്ലല്ലോ. ഇവിടെ സിഗ്നൽ ഇല്ല, ഫ്രീ റൈറ്റ് അല്ലേ. നോക്കി ചാടിക്കോണം, എല്ലായിടത്തും സിഗ്നലൊന്നും തരാൻ പറ്റൂല. എടാ, ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല രീതിയിലുള്ള വണ്ടികളാണ് പോണത്. നമ്മളെ നാട്ടിലാണ് ഇതൊക്കെ. ഏത് വണ്ടിയെന്ന് പറയുന്നത് പ്ലസ് സിമ്പൽ. ഇത് ഏത് വണ്ടി? ലിങ്കൺ. പല പല തരത്തിലുള്ള വണ്ടികളാണ്. നമ്മളവിടെയാണോ ഏതെങ്കിലും ഒരു വണ്ടി പോകുമ്പോഴത്തേക്കും മറ്റേ അതിശയിച്ച് നോക്കണത്. ഇവിടെ ചറവറാന്ന് വണ്ടി, പോർഷെ, BMW, ബെൻലി, പിന്നെ ഫെറാരി, പിന്നെ ടയോട്ട ആണെങ്കിൽ ചവറ് കണക്കിനാണ് ടയോട്ട. ആണ്ടാ ടയോട്ട, നിസാൻ, മിസ്തുബുഷി, ഷവർലെറ്റ്, ലാൻഡ് റോവർ. ഇതേ വണ്ടി ഉണ്ടായി. ഓടി, നിസാൻ്റെ. ഇതേത് വണ്ടി? ആ, പെട്രോൾ സഫാരി. ഇവിടെ നല്ല ലുക്കല്ലേ വണ്ടി. മണ്ടത്തെ വണ്ടിയാണെന്ന്, പക്ഷെ നല്ല ലുക്ക്. വാവ്. ഇപ്പോഴും ഉണ്ട്, ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങാറുണ്ട്. ടയോട്ട ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചവർ കണക്കിനാണ് പോണത്. BMW GT കിടക്കുന്ന പറഞ്ഞാൽ മിനി കൂപ്പർ. മിനി കിടപ്പുണ്ട്. മിനി നേരത്തെ അവിടെ വേറൊരു വെർഷൻ. അതാണല്ലേ ക്ലബ്മാൻ. ബാക്കിൽ ഇങ്ങനെ ഡബിൾ ഡോർ ബാക്കിൽ. ടയോട്ടയാണ് വെറുതെ. ഒരു മയം ഇല്ലാതെ ടയോട്ട. മിനി കൂപ്പർ.
പക്ഷേ ഷാർജ പോലെ അല്ല ദുബായ്. ഇവർ ഭയങ്കര റിച്ചാണ്. അവർ കാണിക്കുന്നുണ്ട്, പുറത്ത് കാണിക്കുന്നുണ്ട്, റിച്ച്നെസ് പുറത്ത് കാണിക്കുന്നുണ്ട്. മെയിൻ എന്ന് വെച്ചാൽ ടൂറിസമാണ്. അപ്പം ടൂറിസ്റ്റിന് വേണ്ടി അവർ എന്തും ചെയ്യും. അവർ ആ ബ്യൂട്ടിഫിക്കേഷനും അതേപോലെ എല്ലാം. ഈ പാലത്തിന് കണ്ട എത്ര ബ്യൂട്ടിഫുൾ പാലമാണ്. കളർ അടിച്ച് ഫുള്ള് കളർ അടിച്ചിട്ടുണ്ട് അവർ. നിങ്ങൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പറ്റണ അത്രയും കാണിക്കും. ഒരു വണ്ടി അരച്ചോണ്ട് പോയതാണ്. വണ്ടി ഷോ BMW. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ദുബായിയുടെ തെരുവുകളോളം നടക്കുകയാണ്. ടെസ്ല നൈസ് അല്ലേ? ഓക്കെ, ഏതോ ഒരു ടെസ്ലയിക്കണ്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടികൾ ഇവിടെ ചവറ് പോലെയാണ്. നമ്മൾ കാണാത്ത വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദുബായ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ വന്ന് നിന്നിട്ടൊരു 2 മിനിറ്റ് ആയില്ല. റോൾസ് റോയ്സ് പോയി, ഒരു നിമോസിന് പോയി. ഇതാര് പോണേ നോക്ക്. ഇങ്ങനെ വണ്ടികൾ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടികൾക്ക് ഒരു പഞ്ഞമല്ല. ഞാൻ പറഞ്ഞില്ലേ, ടയോട്ടയുടെ മേളം. നമ്മളെവിടെയൊക്കെയാണ് ടയോട്ടയ്ക്ക് ഹൈപ്പ് കൂടുതൽ. ഉറൂസ് പോണു. ഉറൂസ് പച്ചരാട്ടി വണ്ടികൾക്ക് ഒരു പഞ്ഞവും ഇല്ല. മിക്ക വണ്ടിയുടെ പേരെനിക്കറിയില്ല. സോ നിങ്ങൾ അതുകൊണ്ട് ഇനി ക്ഷമിക്കുക. മറ്റൊരു നീളമുള്ള വണ്ടി പോലെ, എൻ്റെ പേരെന്തായിരുന്നു? ലിമോസിൻ. കണ്ട് വണ്ടികൾക്ക് വിലയില്ലാണ്ടായി. GMC. എൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു GMCയുടെ? ടയോട്ട. ട്രാവലർ, ദുബായ് ബസ്. അതായത് GT പോണ്. ബെൻലി. നമുക്കിവിടെ ക്യാമറ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒരെണ്ണം കൂടെ ഓർമ്മ. കൊള്ളാം, നൈസ്, പൊളി. അടുത്ത ഇവന്മാർ നിർത്താതെ സമ്മതിക്കൂലേ.
ക്യാമറ ആവശ്യത്തിന് കേട്ടാ. കിട്ടിയല്ലേ നിനക്ക്? പിന്നെ നമ്മളെ ഖലീഫ ചേച്ചി ഇതായിരുന്നു. ഏത് ഖലീഫ? മറ്റേ ചേച്ചിയല്ല, ഇത് വേറെ ചേച്ചി. ഓ ഫെറാറി. ഇത് ബുർജ് ഖലീഫ. ഞാൻ ഈ ഖലീഫയാണ് ഉദ്ദേശിച്ചത്, നിങ്ങളെ ഖലീഫ ഉദ്ദേശിച്ചത്? ബുർജ് ഖലീഫ. യു ആർ സീയിങ് ഇറ്റ്. നിങ്ങൾ കാണുകയാണ് ഗൈസ്. എന്തൊരു നാറ്റമുണ്ടല്ലേ. അത് ഈ വെള്ളത്തിന് യൂസ് ചെയ്യുന്നത് സീവേജ് ട്രീറ്റഡ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 4 നമ്പറാണ് ഇത്, 5 നമ്പർ. സോ ഇതിന് വില കൂടുതൽ. ഈ വണ്ടികൾക്ക് ഈ കിടക്കണതിനാണ്, ഡിഫൻഡറാണ് 2 കിടക്കുന്നത്. ഇതിനെല്ലാം വിലയുള്ള വണ്ടികളാണെന്നാണ് നമ്മളെ നൻപൻ അഭിപ്രായപ്പെടുന്നത്. നമ്പറിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് വില കൂടും. അവർക്കും പെട്ടെന്ന് ഡെലിവറി ഉണ്ട്. പക്ഷെ തട്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ സാലറി കിട്ടണുള്ളൂ. അപ്പോൾ ബൈക്കാർ വന്ന് നമ്മളടിച്ച അവർക്കല്ലേ കിട്ടുക, നമുക്കല്ലല്ലോ. ആ എല്ലാം നല്ല വലിയ വലിയ ബിൽഡിങ്സ്. അതുകൊണ്ട് ആ പുള്ളിക്കാരനാണ് യുഎയുടെ ഫസ്റ്റ് സ്പേസിൽ പോയ സ്പേസിൽ അയാളായിരുന്നു യുഎയുടെ ഫസ്റ്റ് ആസ്ട്രോനോട്ട്. ഓ നൈസ്. പുള്ളിക്കാരൻ്റെ പേരെന്തായിരുന്നു അറിയോ? ഓർമ്മയില്ലടാ. ഓക്കെ, MCQ തന്നാ പറയാം.